വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ മുഹമ്മദ് ബർച്ച. അപ്പൊ ഗൈസ്, നിങ്ങൾ ആദ്യം തന്നെ എന്നോട് ക്ഷമിക്കണം. കഴിഞ്ഞ ദിവസങ്ങളൊന്ന് വീഡിയോ ഇടാഞ്ഞത് ഈ ടാർപ്പക്കുളം ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. അതായിരുന്നു വീഡിയോ ഇടാഞ്ഞത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ടോപ്പിക് നിങ്ങൾക്ക് മനസ്സിലാക്കണം. നമ്മൾ ഇന്നൊരു ടാർപ്പക്കുളമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിന്റെ പുറത്ത് തന്നെ കുഞ്ഞു ബെല്ലൈക്കോളൊന്ന് എനേബിൾ ചെയ്യണം. അപ്പൊ ഞാനിടുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ തുടക്കത്തെയൊക്കെ വിഷ്വല് കുഴിയൊക്കെ വെട്ടുന്ന വിഷ്വല് നമ്മുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയി. അതുകൊണ്ട് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അപ്പോൾ ഗൈസ്, നമ്മൾ കുഴി ചുറ്റും ഒരു ബോക്സ് റെക്റ്റാങ്കിൾ ഷേപ്പിൽ സ്ക്വയർ ഷേപ്പിൽ വെട്ടിയെടുക്കുകയാണ്. നമുക്കിത് ഫുള്ളൊന്ന് വെട്ടിയെടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ കുഴി വെട്ടിയെടുത്തു. ഇനി ആ മണ്ണൊക്കെ നമുക്കൊന്ന് മാന്തി വെളിയിലോട്ട് ഇടാം. അപ്പോൾ ഗൈസ്, ഇത് ഫുള്ള് മണ്ണ് ക്ലീൻ ചെയ്ത് നമുക്ക് എടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ പാരയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മളപ്പോൾ പാര അവിടോട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി ഒന്നും കൂടെ ക്ലീൻ ചെയ്യാം. ഗൈസ്, അതിൻ്റെ വേരൊക്കെ കളയണം. അപ്പോൾ നമുക്ക് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റാം. അപ്പം ഗൈസ്, ഞാൻ നല്ലോണം ക്ലീൻ ചെയ്ത് വെളിയിലോട്ട് ഇടുവാണ്. അപ്പം നമുക്കത് ഫുൾ എന്തായാലും ഒന്ന് ക്ലീൻ ചെയ്യാം.
വെള്ളം വരുത്തുവാണ് കുഴിക്ക്. അപ്പോൾ നമുക്കിത് വലുതാക്കി അവിടുത്തെ വേസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കളയാം. ഗൈസ് അപ്പോൾ നമ്മളത് വെട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കത് മാന്തി വെളിയിലോട്ടിടാം. അപ്പോൾ ഗൈസ് ഞാൻ മാന്തി വെളിയിലോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് ഫുള്ള് മാന്തി ഇട്ടേക്കാം. ഗൈസ് അപ്പോൾ നമ്മൾ മണ്ണ് വാരി കളഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ മേളിലോട്ട് ചാക്കെല്ലാം കൂടെ വെച്ച് വിരിച്ച് സെറ്റാക്കാം. കല്ലൊന്നും കൊണ്ട് കയറാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ചാക്ക് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മേളിലോട്ട് നമ്മൾ ടാർപ്പ ഇട്ടിട്ടുണ്ട്. ടാർപ്പ ഇട്ട് കഴിഞ്ഞ് ഗൈസ് അപ്പം നമ്മൾ ടാർപ്പ ഇട്ട് അതിൻ്റെ അടിയിൽ മണ്ണും ഇട്ട് ഓടുമൊക്കെ വെച്ച് സെറ്റാക്കി വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് അപ്പം നമ്മളങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞു ഗൈസ്. അപ്പം ഇനി നമ്മൾ ഒരാഴ്ചത്തേക്ക് വെള്ളം ഇതിനകത്ത് ഒഴിച്ചിട്ടേക്കും. കാരണം കെമിക്കലൊക്കെ പോകാൻ വേണ്ടിയാണ്. അപ്പം നമുക്കിത് കെമിക്കൽ പോയിട്ട് ഇനി നമ്മൾ പാർട്ട് 2 ആയിട്ട് ഇടുന്നതായിരിക്കും ഗൈസ്. അപ്പം കെമിക്കൽ പോയി പാർട്ട് 2 ആയിട്ട് വീഡിയോ ഞാൻ ഗപ്പിയൊക്കെ എടുത്തിടുന്നതായിരിക്കും കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഓടൊക്കെ ഇനി മാറ്റും. ഇപ്പം തൽക്കാലത്തേക്ക് ഓടി വെച്ചേക്കുന്നത്. ഗൈസ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ടാർപ്പകൾ ഉണ്ടാക്കുന്ന വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടമല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ തരത്തിന് കമൻറ്റ് ചെയ്യണം. ഗൈസ് അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ കിട്ടാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പാർട്ട് 2 ഉറപ്പായിട്ടും വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഇത് നമ്മൾ ഒരാഴ്ചത്തേക്ക് വെള്ളം ഒഴിച്ചിടാന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കെമിക്കൽ പോകാൻ വേണ്ടിയാണ്. കെമിക്കൽ പോയാലേ നമുക്ക് മീൻ ഇടാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടിയാണ് നമ്മളിത് ഒരാഴ്ച ഒഴിച്ചിടുന്നത്. അപ്പം ഗൈസ് നമ്മുടെ അടുത്തൊരു പാർട്ട് 2 വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ഗൈസ്. അപ്പോൾ ആ കുളം ഞാൻ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. മണ്ണൊക്കെ വെച്ച് ചെടിച്ചട്ടിയൊക്കെ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്.